ഹായ്, ഞാൻ ഹബീബ. ദ 1 മിനിറ്റ് ഷോയുടെ 1 മിനിറ്റിൽ അവസാനിക്കാത്ത വിശേഷങ്ങളുമായി ബിയോണ്ട് ദ 1 മിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് സൗദി അറേബ്യയിൽ ബിസിനസ് തുടങ്ങാനുള്ള നിയമപരമായ എല്ലാ സഹായവും സപ്പോർട്ടും ചെയ്യുന്ന ഒരു സ്ഥാപനം തുടങ്ങുക. വ്യത്യസ്തമായ ബിസിനസ് ആശയവുമായി തന്റെ നെറ്റ്വർക്കിംഗ് സ്കില്ല് യൂസ് ചെയ്ത് 2017 കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ഇന്ത്യയിലും UAE-യിലും സൗദി അറേബ്യയിലും വളരെ സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ് പടുത്തുയർത്തിയ യുവ സംരംഭകൻ. അവന്യൂ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഫൗണ്ടറായ ഷെഫീഖ് അവന്യൂ ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഹായ് ഷെഫീഖ്, വെൽക്കം ടു ബിയോണ്ട് ദ 1 മിനിറ്റ്. താങ്ക് യു അബീബ ഫോർ ഇൻവൈറ്റിംഗ്. ഷെഫീഖ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നാട്ടിൽ എവിടെയാണ് ശരിക്കും? ഫാമിലിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഞാൻ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ സ്വദേശം. സുഖമായിട്ട് പോകുന്നുണ്ട് കാറിലൊക്കെ. ഫാമിലി, വൈഫ്, 2 മക്കള്, എല്ലാവരും അവിടെ ദുബായ് തന്നെയാണ് കൂടുതൽ ആള്. മൂത്ത ആളിപ്പം 6th സ്റ്റാൻഡേർഡ് ആയി, ചെറിയ ആളിപ്പം 4 വയസ്സായി. മലബാറുകാരനാണ്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. എവിടെയാണ് പഠിച്ചതൊക്കെ? ഞാൻ എൻ്റെ സ്കൂളിംഗ് എല്ലാം ചെയ്തത് പെരിന്തൽമണ്ണ ISS-ലായിരുന്നു. പിന്നെ +2 നാട്ടിൽ തന്നെ. പിന്നെ ഡിഗ്രിയും PG ഒക്കെ ചെയ്തത് കോയമ്പത്തൂരാണ്, ബിഷപ്പ് കോളേജിലാണ് PG എല്ലാം കഴിഞ്ഞത്. പിന്നെ അതിന് ശേഷം എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ സൗദിയിലാണ്. 2011 അവിടെ സ്റ്റാർട്ട് ചെയ്തു, 2010 അതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ അതെ. ശരിക്കും ഷെഫീഖിന്റെ പാഷൻ എന്ന് പറയുന്നത് നെറ്റ്വർക്കിംഗ് ആണ്. അപ്പൊ അതിലൂടെയാണ് ഇത്ര വലിയൊരു ബിസിനസ് സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്തിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയിലും UAE-യിലും ഇത്രയധികം കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? അതിന്റെ ഒരു തുടക്കം എന്തായിരുന്നു? തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് സെയിൽസിലാണ്. പണ്ടേ അതാണ് എൻ്റെ പാഷൻ. ഞാൻ PG കഴിഞ്ഞൊക്കെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിലാണ്. അപ്പം നമുക്ക് ഓരോ കമ്പനിയിൽ പോവുക, അവിടുത്തെ ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യുക, പരിചയപ്പെടുക, പരിചയങ്ങൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക. അത് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. അത് അന്നും ഇന്നും നമ്മൾ ഇതിൽ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. മേ ബി അതായിരിക്കാം എൻ്റെ ഒരു സക്സസ് അല്ലെങ്കിൽ പോസിറ്റീവ് എന്ന് പറയാം. പലരും പറയാറുണ്ട് ഒരു വട്ടം പരിചയപ്പെട്ടാൽ എൻ്റെ ഫേസ് മറക്കാറില്ല എന്നുള്ളത്. ആ ഒരു സംതിങ് മാജിക്കാണ്. അതെ അതെ, തീർച്ചയായിട്ടും. ആ ഒരു മാജിക്കാണ് എൻ്റെ ഒരു ഇതിൽ പോന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പണ്ടേ നമുക്ക് ബിസിനസ്സുകളോട് ഭയങ്കര പാഷനായിരുന്നു. ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്തൊക്കെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മളെപ്പോഴും ഒരാളായിട്ട് കണക്റ്റഡ് ആയതിനു ശേഷം ബിസിനസ് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു കംഫർട്ട്. നമ്മളൊരു മാർക്കറ്റിങ്ങിന് പോകുമ്പോൾ ഞാനൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി പിന്നെ ഒരു ബിസിനസ് ടോക്കനേക്കാണ് നല്ലത് ആദ്യം ആ വ്യക്തിയുമായി നല്ലൊരു പരിചയം ഉണ്ടാക്കുക. അതിനുശേഷം നമ്മുടെ പ്രൊഡക്റ്റ് ആൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിലെത്തും. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബന്ധം നമ്മൾ കീപ്പ് ചെയ്യുന്നുള്ളായിരുന്നു. അതന്നെയാണ് ഇന്നും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതെ അതെ, അതാണ് നമ്മുടെ ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ എല്ലാ ബിസിനസ്സിലും ഞാൻ അത് തന്നെയാണ് ചെയ്യുന്നത്. സർവീസ് ഇൻഡസ്ട്രിയാണ് മെയിൻലി ചെയ്യുന്നത്. അപ്പം ഇത് വലിയൊരു സംഭവമാണ് നമുക്ക് ചെയ്യേണ്ട കേസാണ്. അതിലായിട്ടുള്ള ഇന്ററാക്ഷൻ നമ്മൾ കീപ്പ് ചെയ്യാന്നുള്ളത്. ഇപ്പോ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ നോക്കിയാലും അറിയാം, ഇപ്പൊ ചെറുകിട ബിസിനസ്സുകാർ മുതൽ വൻകിട ബിസിനസ്സുകാർ, ആക്ടേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, ഇവരൊക്കെ പ്രൊഫൈലിൽ കാണാറുണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ബിൽഡ് ചെയ്തിട്ടുള്ള കണക്ഷൻസ് ആണ് അല്ലേ? തീർച്ചയായിട്ടും. അത് പ്രത്യേകിച്ച് ദുബായിലും കൂടി ആയപ്പോൾ ദുബായ് ഒന്നുകൂടി നമുക്ക് എല്ലാവരെയും കണക്ട് ചെയ്യാനുള്ള ഈസിയാണ്. പിന്നെ ഞങ്ങൾ ഒരു ബിസിനസ് സംഘടന IP എന്ന് പറയും, അതിലൊരു എക്സിക്യൂട്ടീവ് മെമ്പറും കൂടിയാണ്. അപ്പോൾ ആ ത്രൂ പിന്നെ തന്നെ പേഴ്സണലി എല്ലാവരും ഭയങ്കര കണക്ഷനാണ്. ഈവൻ ഫിലിം സ്റ്റാർസിനായിട്ടൊക്കെ അങ്ങനെയാണ് കിട്ടുന്ന കണക്ഷനാണ്. അത് ഓരോരുത്തരും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും, പിന്നീട് ആ കണക്ഷൻ നമ്മൾ ബിൽഡപ്പ് ചെയ്യും. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളതാണ്. അത് പഴയ ഫ്രണ്ട്സ് ആയാലും ഇപ്പോൾ ഉള്ള ഫ്രണ്ട്സ് ആയാലും നമ്മൾ ഫ്രണ്ട്ഷിപ്പ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളൂ, ആരെയും കുറച്ചിട്ടില്ല. അപ്പം അതാണ് നമ്മളൊരു സക്സസ്. എല്ലായിട്ടും ഭയങ്കര നമ്മളെ റിലേഷൻ കീപ്പ് ചെയ്യുക. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് വളരെ ഈസിയാണല്ലോ, സോഷ്യൽ മീഡിയക്കുള്ള കാലത്ത് നമുക്ക് ആ കോൺടാക്ട് കീപ്പ് ചെയ്യാനും അവരായിട്ട് കമ്മ്യൂണിക്കേഷൻ കണക്ട് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. അപ്പം അതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. അങ്ങനെ ഇന്നും അത് തന്നെയാണ്. ഈ ഫിലിം സ്റ്റാർസ് ആയാലും പൊളിറ്റീഷ്യൻസിലായാലും അവരായിട്ടൊക്കെ മിംഗ്ലിംഗ് അതാണ്. ഇപ്പം കഴിഞ്ഞ വർഷം എൻ്റെ ഹൗസ് വാമിങ്ങിലൊക്കെ ഒന്നുമില്ല. അപ്പം അന്നൊക്കെ വന്നത് അത്രയും ഞാനൊക്കെ പണ്ട് സ്ക്രീനിൽ കണ്ട ആളുകളെയാണ് നമ്മൾ ആ പരിപാടിക്ക് വന്നത്. അതൊക്കെ എൻ്റെ ഒരു പേഴ്സണൽ കണക്ഷൻസിൻ്റെ പുറത്ത് മാത്രം വന്നതാണ്. അതാണ് എൻ്റെ ഒരു അസറ്റ്. മൈ നെറ്റ്വർക്ക് ഈസ് മൈ നെറ്റ്വർക്ക്. ഇപ്പൊ സൗദി അറേബ്യയിൽ ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹിച്ച ഒരാൾ വരികയാണ്. അപ്പോൾ അവന്യൂ പ്രൊഫഷണലിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ സപ്പോർട്ടാണ് കൊടുക്കുന്നത്? എന്തൊക്കെ സർവീസസ് ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഓക്കെ, നമ്മൾ ആക്ച്വലി നമ്മളെ പ്രസൻസ് എല്ലായിടത്തും ഉണ്ട്. ഇപ്പം ഇന്ത്യയിൽ നമ്മൾ പ്രസൻസ് ഉണ്ട്, ദുബായിലുണ്ട്, ബഹ്റൈൻ, ഇപ്പോൾ റീസെന്റ് കുവൈത്തിൽ ഓപ്പൺ ചെയ്തു. അപ്പം 4-5 സ്ഥലത്ത് നമുക്ക് ബ്രാഞ്ചായി. അപ്പം ആളുകളെ സംബന്ധിച്ചുള്ള ഇവിടുന്ന് ഏതുള്ള കമ്പനിക്കും നമുക്ക് അസിസ്റ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമുക്കിപ്പോൾ സൗദിയിൽ ഇപ്പോൾ ഒരു പുതിയൊരാൾ കമ്പനി ഫോം ചെയ്യാൻ വരുമ്പോൾ അവർക്ക് ചലഞ്ച് ചെയ്യുന്ന ഒരുപാട് ഫേസ് ചെയ്യുന്ന കുറേ ചലഞ്ചസ് ഉണ്ട്. ഒരു പ്രോപ്പർ കൺസൾട്ടൻസി കിട്ടുന്നില്ല, അവരെ ഫോളോ അപ്പ് കറക്റ്റ് ആവുന്നില്ല. നമ്മളെ സംബന്ധിച്ചോളം വി ഹാവ് എ ബ്രാഞ്ച് ഇൻ സൗദി. ഇപ്പം സൗദിയിൽ ജിദ്ദയിലും റിയാദിലും ദമാമിലൊക്കെ നമുക്ക് ഇന്നൗസ് ടീമുണ്ട്. അപ്പം ഏത് സമയത്തുള്ള കൊറിയയിലേക്കും നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റും. അപ്ഡേറ്റ്സ് ആയിട്ടുള്ള ലോ വരുന്ന എല്ലാ അപ്ഡേറ്റ്സും നമുക്ക് കൊടുക്കാൻ പറ്റും. മാത്രമല്ല ഇപ്പം ഇവരിപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് ഇന്ത്യ ഓഫീസുമായിട്ട് അവർ കോൺടാക്ട് ചെയ്യാം. അപ്പം ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് അപ്ഡേറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഇപ്പം ത്രൂ ഔട്ട് ഞങ്ങളിപ്പോൾ 100+ കംപ്ലീറ്റ് ചെയ്തു. എല്ലാവരും വളരെ സാറ്റിസ്ഫൈഡ് ആണ്.
ഞങ്ങളെ സംബന്ധിച്ചോളം ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ മാത്രമേ ഒരു മാർക്കറ്റിംഗിന്റെ ആവശ്യം വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഫുൾ റെഫറലാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതന്നെ ഞങ്ങളെ സംബന്ധിച്ചോളം വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. അതെ തീർച്ചയായും. അപ്പം നിങ്ങൾ ഒരിക്കലും വർക്ക് ചെയ്ത് പിന്നെ എന്നെ റെഫർ ചെയ്യുമ്പോൾ പിന്നെ എനിക്ക് അവിടെ വേറൊരു ഇതിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ റെഫറലാണ് ഇപ്പൊ ഞങ്ങൾ കൂടുതൽ പോകുന്നത്. മാർക്കറ്റിംഗിന്റെ ഒരു ആവശ്യം ഇപ്പോൾ വരുന്നില്ല, അത്രത്തോളം പാക്ഡായി. അതന്നെ തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പം ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളെ കണക്ട് ചെയ്യാം. ഏത് ടൈം സോണിലും ഞങ്ങൾ അവൈലബിൾ ആണ്. സോ ഇപ്പം അറിയാലോ, സൗദി എന്നുള്ളൊരു രാജ്യം നിയമമാറ്റങ്ങൾ കൊണ്ട് വളരെ പ്ലസ് ആയിട്ട് ഹൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണ്ടും സൗദി നല്ല പൊട്ടൻഷ്യൽ തന്നെയായിരുന്നു. ഇപ്പം അവരൊന്നുകൂടി ഫ്ലെക്സിബിൾ ആയി, നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ആയി. 100% നിങ്ങളെ പേരിൽ കമ്പനി ഫോം ചെയ്യാം. പണ്ടത്തെ പോലത്തെ സ്പോൺസർഷിപ്പ് ഒന്നും വേണ്ട. അപ്പം ഈ ഒരു ഗ്രോത്തിന്റെ കൂടെ ആളുകളെ ഞങ്ങൾ മിക്സ് ചെയ്യാന്നുള്ളതാണ്. ഒരാൾ ഞങ്ങളെ കൊടുത്ത് കമ്പനി ഫോർമേഷൻ വരുമ്പോൾ ഞങ്ങൾ ആദ്യം കൗൺസിൽ ചെയ്ത് അവർക്ക് വേണ്ട കസ്റ്റമൈസ്ഡ് സംഭവം ചെയ്യുന്നത്, എങ്ങനെ ഏത് കമ്പനി എവിടെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു ഇൻട്രോ കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ കമ്പനി ഫോർമേഷനിൽ പോകുന്നത്. വിത്തിൻ ഒരു 20 days കൊണ്ട് നമുക്ക് അവരുടെ ലൈസൻസ് ഫോർമേഷൻ. അവിടെ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ, സൗദി അറേബ്യയിൽ ബിസിനസ് തുടങ്ങണമെങ്കിൽ വേറെ കൺഫ്യൂഷൻസിന്റെ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ് അവന്യൂ ഗ്രൂപ്പിനെ കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കിയെല്ലാം ഞങ്ങൾ ഏറ്റെടുത്തോളും. ഫ്രം ദ സ്ക്രാച്ച് ഇനീഷ്യൽ സ്റ്റേജ് തൊട്ട് അവരെ കമ്പനി ഫോർമേഷൻ, പിന്നീട് അവരുടെ PR സർവീസ് വരെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓരോ മന്ത്ലിയിൽ അവരെ ടാക്സേഷന്റെ കാര്യങ്ങളിലായാലും ക്വാർട്ടർലി പേയ്മെന്റ്സ്, ഇയർലി അവരെ വിസ സർവീസസ് ഒക്കെ നമ്മൾ ചെയ്യുന്നു. അവരെ കൂടെ നിന്ന് അവരെ ഗ്രോത്ത് കാണാന്നുള്ളതാണ് ഞങ്ങളെ സന്തോഷം. ശരിക്കും സൗദി അറേബ്യയിൽ ഭയങ്കരമായിട്ടുള്ള ഡ്രാസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻ ഒരുങ്ങാണല്ലോ. അപ്പൊ ഇവിടുന്ന് അവസരങ്ങൾ തേടി വരുന്ന മലയാളികൾക്ക് വേണ്ടിയിട്ട് അവിടുത്തെ മാർക്കറ്റിനെ കുറിച്ചും അവിടുത്തെ അവസരങ്ങളെ കുറിച്ചും ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ എന്ത് അഡ്വൈസ് ആണ് ഷഫീഖിന് കൊടുക്കാനുള്ളത്? തീർച്ചയായിട്ടും. പണ്ട് നമ്മൾ മലയാളികൾ, പ്രത്യേകിച്ച് നമ്മളെ മലബാർ കമ്മ്യൂണിറ്റിന്ന് സൗദിയിലോട്ട് വരുമ്പോൾ ഒരു കോമൺ ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു. അതായത് ബക്കാല തുറന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയൊരു ബിസിനസ്സിലായിരുന്നു. ഇന്ന് അതൊക്കെ മാറി. ഇന്ന് ടെക്നോളജി വന്ന എല്ലാ സ്ഥലത്തും. അപ്പോൾ ഭയങ്കര വലിയ വലിയ പ്രോജക്റ്റുകളൊക്കെ വലിയ ജിഗാ പ്രോജക്ട്സ് ഒക്കെ അവർ ഡിക്ലെയർ ചെയ്തു. അതിലൊക്കെ നമുക്കൊക്കെ അവസരങ്ങളുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഞാൻ കണ്ട ഒരു സൗദിനെ സംബന്ധിച്ചോളൂ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനിൽ നിങ്ങൾ നല്ല പഠിച്ച കുട്ടികളാണെന്ന്, എസ്പെഷ്യലി IT റിലേറ്റഡ് ഒക്കെ ആളുകൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. റോബോട്ടിക്സിലായാലും ശരി, ആ ഒരു രീതിയിൽ. അപ്പം ഒരു ബിസിനസ് തുടങ്ങാൻ വരുന്ന ആള് കൺവെൻഷനൽ മെത്തേഡ് ആയിട്ടുള്ള പണ്ട് വാപ്പാരും അവരൊക്കെ ചെയ്തിരുന്ന ബിസിനസ്സിലല്ലാതെ പുതിയ ടെക്നോളജി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ മാറ്റം പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ പിച്ച് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് IT അല്ലെങ്കിൽ ടെക്നോളജി ബേസ്ഡ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇന്റീരിയർ ഫിറ്റ് ഔട്ടിങ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇവന്റ്സ്, ഇതിനൊക്കെ നല്ല ചാൻസസ് ഉണ്ട്. ഞങ്ങൾ തന്നെ ഇപ്പം ഞങ്ങൾ കമ്പനി ഫോർമേഷൻ ചെയ്തതിൽ ഒരു 40% ചെയ്തത് ഇവന്റ്സ് കമ്പനികളായിരുന്നു. ഇവന്റും അതുപോലെ തന്നെ ഇന്റീരിയർ ഫിറ്റ് ഔട്ടും. കാരണം അവരെ മുഖച്ചായ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവരെ അറിയാലോ, ഇപ്പോൾ റീസെന്റ് ബോളിവുഡ് ഫിലിം സ്റ്റാർസ് ഒക്കെ അവിടെ എത്തി, ഒരുപാട് ഷോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ സൗദിന്റെ പോസിറ്റീവ് പൊട്ടൻഷ്യൽസ് ആണ്. നമുക്ക് അടുത്തൊരു യൂറോപ്പായിട്ട് തന്നെ സൗദിയെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു പൊട്ടൻഷ്യൽ നിങ്ങൾ മിക്സ് ചെയ്ത് വരുമ്പോഴാണ് നിങ്ങൾക്ക് അതിൽ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ പഴയ രീതിയിൽ പോവാതെ പുതിയ ടെക്നോളജി ആയിട്ട് വന്നാൽ യു ഹാവ് എ ചാൻസ്. അതാണ് നമുക്ക് പറയുന്നത്. ഒരു സാധാരണ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് ജോലി തുടങ്ങുക, വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും വലിയൊരു ബിസിനസ് കെട്ടിപ്പടുക്കുക, ആക്ച്വലി വാട്ട് ഡ്രൈവ്സ് യു? ആക്ച്വലി ഇത് പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് പ്രൊഫഷൻ നിന്നും നമ്മളന്ന് കാണുന്ന ആളുകളെയാണ്. അതായത് നമ്മളന്ന് വലിയ കമ്പനീൻ്റെ ഓണേഴ്സിനെ മീറ്റ് ചെയ്യുന്നു, അവരുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ കാണുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു ഡ്രീമായിരുന്നു അതുപോലെ ആവാന്നുള്ളത്. പിന്നീട് നമ്മൾ ചെറിയൊരു കമ്പനി ഫോം ചെയ്ത സമയത്ത് നമ്മളെ രീതിയിലുള്ളൊരു ആക്ടിവിറ്റീസ് അവിടെ ആഡ് ചെയ്യുന്നു. നമ്മളൊരു ഡ്രീം ഗോൾ സെറ്റ് ചെയ്യണം. നമുക്ക് എപ്പോഴും നമ്മൾ എന്താവണം എന്നുള്ളതാണ്. അതായത് നമ്മൾ കുറെ സ്ട്രഗിൾ ചെയ്തൊന്നല്ല, ഹാർഡ് വർക്ക് അല്ല. ഇപ്പം സ്മാർട്ട് വർക്കിന്റെ കാലമാണ്. അപ്പം വിഷൻ വേണം. നമ്മൾ ഇന്ന സമയം നമുക്ക് എവിടെ എത്തണം എന്നുള്ള ഒരു വിഷൻ നമ്മൾ വേണം. എത്തിയില്ല എന്നല്ല, പക്ഷെ ആ ടൈമിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്താൽ നമ്മൾ എത്തും. ഞാൻ കണ്ട ഒരുപാട് ആളുകളെ എത്തിയിട്ടുണ്ട്. അപ്പം എൻ്റെ ചുറ്റും ഇപ്പോൾ ഒരുപാട് ബിസിനസ്സുകാരുടെ കൂട്ടായ്മകളിൽ ഞാൻ ഉള്ളത്. അപ്പം അതിൽ ഞാൻ ഓരോരുത്തരെയും എക്സാം എടുക്കുമ്പോൾ ഇവരൊക്കെ 0 എന്ന് വന്ന ആളുകളാണ്. അപ്പം നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ പിന്നെ നമ്മളെ ഒരു ഭാഗത്തുള്ള പഠിച്ചവൻ്റെ ഭാഗത്തുള്ള സപ്പോർട്ടും ഫാമിലീൻ്റെ പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ എത്തും. പിന്നെ എപ്പോഴും നമുക്ക് എൻ്റെ ഒരു സജഷൻ ഞാൻ പറയാനുള്ളത് വെച്ചാൽ എപ്പോഴും നമ്മൾ ചെയ്യുന്നതിൽ 100% നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പാഷനും കൂടി നമ്മളതിൽ മിക്സ് ചെയ്യുക. അപ്പം എൻ്റെയൊക്കെ സംബന്ധിച്ചോളം എൻ്റെ പാഷനാണ് ആളുകളെ പരിചയപ്പെടുന്നതും അവരുമായി മിങ്കിൾ ചെയ്യുന്നതും അവരെ നെറ്റ്വർക്ക് ചെയ്യുന്നതൊക്കെ. അപ്പൊ ആ പാഷന് പറ്റിയൊരു ബിസിനസ്സിലേക്ക് ഞാൻ ഇറങ്ങിയപ്പോൾ ഇപ്പൊ എനിക്കൊരു ക്ഷീണമില്ല. ഞാൻ 24/7 തോന്നില്ല. തീർച്ചയായിട്ടും. അപ്പം 24/7 നമുക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും പറയും മലയാളികളുടെ ഒരു ബിസിനസ് ഐക്കണായ യൂസുഫ് അലി സാഹിബ്, അദ്ദേഹം ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആൾക്ക് റിട്ടയർമെന്റ് ഇല്ല. നമുക്ക് പറയാം അദ്ദേഹത്തിന് ഇത്രയായി റെസ്റ്റ് എടുക്കാം. പക്ഷെ അദ്ദേഹത്തിന് ആ ഒരു ഡെയിലി ഉള്ള പാഷന്റെ പുറത്ത് ഡെയിലി ആൾ ഇറങ്ങുന്നതും ആക്റ്റീവ് വന്നത്. അതുപോലെ തന്നെ നമ്മൾ പുള്ളിയൊക്കെ 16 hours ഒക്കെ വർക്ക് ചെയ്താൽ നമുക്ക് കേട്ടിട്ടുണ്ട്. അപ്പം അതുപോലെ നമ്മളൊന്നും ഇപ്പോഴും ആയിട്ടില്ല. അപ്പോൾ നമുക്കൊക്കെ ഇനി ഒരുപാട് സ്ഥലത്ത് എത്താണ്ട് ദിസ് സ്റ്റാർട്ടിങ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. നമ്മളെ ചുറ്റുള്ള നമ്മൾ സറൗണ്ട് ചെയ്യുന്ന നല്ല പോസിറ്റീവായിട്ടുള്ള ബിസിനസ്സുകാരെ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുക, അവരെ പോലെ ആവണമെന്ന് നോക്കുക. അവരുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ കോപ്പി ചെയ്യാന്നല്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി. പക്ഷേ അത്തരം രീതിയിലുള്ള
കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ വൺ ഡേ നമ്മൾ അതുപോലെ എത്തും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. നേരത്തെ പറഞ്ഞല്ലോ കുടുംബത്തിന്റെ സപ്പോർട്ട് എന്നുള്ളത്. അപ്പൊ ഈ ഒരു ജേർണിയിൽ ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഏതൊരു ബിസിനസ്സുകാരനും അറിയാലോ, ഫാമിലി സപ്പോർട്ട് തീർച്ചയായിട്ടും വരാം. നമ്മളൊരു ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ കംഫർട്ടബിൾ ആണ്, മന്ത്ലി സാലറി വരുന്നു, ആ റൂട്ടീനിൽ പോകുന്നു. അതെല്ലാം ബ്രേക്ക് ചെയ്ത് പിന്നെ നമ്മളൊരു കമ്പനി ഫോം ചെയ്യുക അല്ലെങ്കിൽ നമ്മളൊരു ഓണ്ടർപ്രണറായി മാറുമ്പോൾ ദെൻ വി ആർ സ്റ്റാർട്ടിങ് ഫ്രം ദ സ്ക്രാച്ച്. അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറേ ചേഞ്ചസ് ഉണ്ടാവും, ഒന്ന് താവേണ്ടി വരും. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് സപ്പോർട്ട് വേണ്ടത് നമ്മളെ ഭാര്യ തന്നെയാണ്. കാരണം അവരാണ് നമ്മൾ കാര്യങ്ങൾ കൂടുതൽ. ഫാമിലി ഉപ്പ അമ്മ അവരും വേണം, പക്ഷെ അവർക്ക് കൂടുതൽ നമ്മൾ എഫക്റ്റ് കൊടുക്കുക അറിയിപ്പിക്കാറില്ല, കാരണം അവർക്ക് ടെൻഷൻ കൊടുക്കും. എന്നെ സംബന്ധിച്ചോളം വൈഫാണ് നമ്മളൊരു ഫർഹാന എന്ന പേര്, ആൾ MBA ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ ആളെൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പം കുറെ ഞങ്ങൾ എൻ്റെ പേഴ്സണൽ കാരണം എനിക്ക് പാർട്ട്നേഴ്സ് ഒന്നുമില്ല, ഐ എം ദ ഓൺലി വൺ ഡൂയിങ്. സോ എൻ്റെ ഡിസ്കഷനൊക്കെ അവളായിട്ടാണ് ഞങ്ങൾ കമ്പനിയിലൊക്കെ ചെയ്യാറ്. അപ്പോൾ മക്കളായിട്ട് അവൾ വീട്ടിലുണ്ട്, ചില സമയത്ത് വരും. അപ്പം ഈ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ എഫേർട്ടിലെത്താൻ പറ്റുന്നത്. കാരണം ചില സമയത്ത് ഫാമിലി നമുക്ക് മിസ് ചെയ്യാറുണ്ട്. നമ്മൾ പല ബിസിനസ് ട്രിപ്പിലും പോകുമ്പോൾ ഒരു വീക്കെൻഡാണ് ഞങ്ങൾക്ക് ദുബായിലെ അമ്മച്ചോളം അറിയാലോ, ആകെ ഒരു സാറ്റർഡേ സൺഡേ ആണ് ഒരു വീക്കെൻഡ്. അപ്പോൾ അതും നമ്മൾ ഓക്കുപ്പൈഡ് ആവും. അപ്പോൾ അതൊക്കെ അവരെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ നിലയിൽ എത്താൻ പറ്റുന്നത്. ശരിക്കും ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട് കേട്ടോ, ഒരു പെരിന്തൽമണ്ണക്കാരനാണ്. അപ്പൊ ഒരു പെരിന്തൽമണ്ണക്കാരന് ബ്രിട്ടീഷ് പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാം. ഒരുപാട് ബിസിനസ് അവാർഡുകൾ അംഗീകാരങ്ങൾ ഒക്കെ ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ ദുബായ് പോലീസിന് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. 2022 ഗൾഫ് ന്യൂസ് ഇറക്കിയ 100 ഇൻഫ്ലുവൻസ് ഇന്ത്യൻസിൽ ഒരാളായിരുന്നു. ശരിക്കും അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു വിജയമാണ് ഞാൻ ഷെഫീഖിൽ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇതിനൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ നമ്മളൊരു ഉള്ളിലൊരു ഫയറാണ്, ഇങ്ങനെ എന്തെങ്കിലും ആവണം എന്നുള്ളൊരു ചെറുപ്പം. ഞാൻ വളരെ സ്പോർട്സ് ഫ്രീക്ക് അല്ല, ബട്ട് ഞാൻ ഈ ബിസിനസ്സിലാണ് എനിക്ക് ചെറുപ്പം തൊട്ടേ. നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ കൂടുതൽ ഇൻ്റർവ്യൂസോ കാണുന്നത് യൂസ്വലി സാഹിബിൻ്റെ പോലത്തെ ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളുടെ ഇൻ്റർവ്യൂസോ ഞാൻ എപ്പോഴും ടി വിയിൽ വാച്ച് ചെയ്യാം, റാദർ ദാൻ സീയിങ് ദ സ്പോർട്സ് ആൻഡ് ഓൾസോ. അന്നേ ഒരു ഡ്രീമാണ് ഇവരൊക്കെ പോലെ ആവണം. അപ്പോൾ യൂസ്വലി സാഹിബിനൊക്കെ പോയി മീറ്റ് ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ ഒരു ഡ്രീം തീർച്ചയായിട്ടും. അതായത് ഒരു ക്രിക്കറ്റ് പ്ലെയർ സച്ചിനെ കാണുന്ന പോലെയായിരുന്നു എനിക്ക് പുള്ളിനെ കണ്ട സമയത്ത്. അപ്പം അതൊന്ന്, അതുപോലെ തന്നെ നമ്മൾ അവിടെ PRO സർവീസിലായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സോഷ്യൽ സർവീസിൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ദുബായിൽ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ദുബായ് പോലീസിൽ നല്ല കണക്ഷൻ ആയതും അവരുമായിട്ടുള്ള എനിക്കൊരു അവാർഡ് നോക്കാൻ എനിക്കൊരു ഓസ്കാർ കിട്ടിയ പോലെ തോന്നി. അപ്പോൾ മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫയറാണ് നമ്മൾ അവിടെ എത്താന്നുള്ളത്. പിന്നെ ബ്രിട്ടീഷ് പാർലമെന്റ് എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ലൈഫിൽ മറക്കാനാത്തൊരു അനുഭവമാണ്. ഞാനൊന്നും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പെരിന്തൽമണ്ണക്കാരനാണ്, ഞാനൊന്നും അവിടെ എത്തുന്ന എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും. അപ്പൊ അതൊക്കെ നമുക്ക് പഠിച്ചവനെ ഒരു അവസരങ്ങൾ ഒരുക്കി തരികയാണ്. നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ അതെ അത് നമുക്കൊരാളെ പരിചയപ്പെടാൻ കിട്ടുന്ന ചാൻസ് ആണല്ലോ. ശരി, ഒരു അവസരം കിട്ടിയാലും നമ്മളെ ആരും പുഷ് ചെയ്യില്ല. ഞാൻ കണ്ടതാണ്, നമ്മളെ പുഷ് ചെയ്യുന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. നമ്മളൊരു സഭയിൽ ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആരും നമ്മുടെ അടുത്തൊന്നും പരിചയപ്പെടില്ല, അൺലെസ് യു ആർ എ ബ്രാൻഡിങ്. നമ്മൾ ഇന്നൊരു ബ്രാൻഡിന്റെ ആളായിരിക്കണം, അല്ലെങ്കിൽ ഇന്നൊരാളുടെ മോനായിരിക്കണം. നമ്മളെ തന്നെ പുഷ് ചെയ്താൽ തന്നെ നമുക്ക് എത്തുള്ളൂ. ഞാൻ അങ്ങനെ എന്നെ സെൽഫായിട്ട് പുഷ് ചെയ്ത് തന്നെയാണ് നമ്മളെവിടെ എത്തിയിട്ടില്ല. അതപ്പോൾ ആ ഒരു മടി നിങ്ങൾക്ക് ആർക്കും ഉണ്ടാകരുത്. അൺലെസ് യു ഹാവ് നിങ്ങൾക്കൊരു കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ചെന്ന് പറയാം. അപ്പോൾ വലിയൊരാളെ മുമ്പിൽ എത്തുമ്പോൾ നമുക്ക് എപ്പോഴും ചില ബിസിനസ്സുകാരെ കാണുമ്പോൾ 1 മിനിറ്റ് ഒക്കെ കിട്ടുള്ളൂ അവരൊന്ന് ഇന്ററാക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ 1-2 മിനിറ്റ്. അതിൽ നമ്മൾ ആരാന്നതും നമ്മുടെ പ്രൊഡക്റ്റ് എന്താണെന്നുള്ള അവർക്ക് നല്ല രീതിയിൽ പരിചയപ്പെടുത്തി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ യു ആർ ദ സക്സസ്ഫുൾ മാൻ. അതന്നെ മതി നമുക്ക്. കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നമ്മൾ പ്രോപ്പർ ആക്കുക എന്നുള്ളതാണ് ലൈഫിൽ നമ്മൾ ചെയ്യേണ്ടത്, എന്ത് ബിസിനസ് ചെയ്യണമെങ്കിൽ. ഒരു ബിസിനസ്സിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന യങ്സ്റ്റേഴ്സിന് എന്ത് അഡ്വൈസ് ആണ് കൊടുക്കാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നമ്മളെപ്പോഴും പ്രിപ്പയർ ചെയ്ത് ബിസിനസ് ചെയ്യാന്നുള്ളത് പറയും. അതായത് നമ്മൾ എന്താണ് ചെയ്യുന്നുള്ളത് ആ ഒരു പ്രോജക്റ്റ് നമ്മളെ മനസ്സിൽ 100% നോളജ് വേണം. രണ്ടാമത് പാഷൻ ഡ്രിവൺ ബിസിനസ് എന്ന് പറയും. അതായത് ഒരു സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന ഒരാൾ ഒരു സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും കിട്ടാൻ പറ്റും. അപ്പോൾ അതൊരു പാഷൻ ഡ്രിവൺ ആയി. അതിൽ 24/7 ആൾ വർക്ക് ചെയ്താലും ആൾക്ക് ഭയങ്കര എനർജിക്കായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നോളജബിൾ ആയിരിക്കാം. എന്ത് ബിസിനസ് നമ്മൾ ചെയ്യുന്നു അതിൽ 100% ഞാൻ ചെയ്യുന്ന ബിസിനസ് എനിക്ക് 100% എനിക്കത് നോളജ് വേണം, എന്നിട്ട് എനിക്കത് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റും. ഒരു ഹാഫ് നോളജ് വെച്ച് ചെയ്യുന്ന ബിസിനസ്സിലേക്കാണ് ആളുകൾക്ക് പതറിപ്പോകുന്നത്. മാത്രമല്ല ഒരു യുണീക്ക് ഒരു സംഭവം. ഒരു സ്ട്രീറ്റിൽ ഒരേപോലത്തെ കുറെ ഷോപ്പ് ഉണ്ടായിട്ട് ഞാനും അത് തുടങ്ങിയ കാര്യമില്ല, എനിക്ക് അവിടെ സ്റ്റാൻഡ് അലോൺ ചെയ്യുന്ന അതെ എല്ലാവരും ചെയ്യുന്ന സിസ്റ്റം. അപ്പോൾ ഇപ്പോഴത്തെ കാലം മാറി, കസ്റ്റമേഴ്സ് നമ്മളിലേറെ നോളജ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്കൊരു സംഭവം നമ്മൾ കാറ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ അതിലും നോളജ് ആയിരിക്കണം. അപ്പം പുതിയ ഇന്നോവേറ്റീവായ സംഭവങ്ങൾ തുടങ്ങി അതിനകത്തൊരു വെറൈറ്റി കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് മാർക്കറ്റിൽ സർവൈവ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ചിന്തിച്ച് പ്ലാൻ ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ബിസിനസ്സിൽ ഇറങ്ങാൻ. പലരും ഒരാളത് കണ്ടിട്ട് ബിസിനസ്സിലോട്ട് ഇറങ്ങും, എന്നിട്ട് ആ സ്ട്രാറ്റജി പൊളിഞ്ഞ് ബിസിനസ് ഫ്ലോപ്പ് ആണെന്ന് പറയും. അപ്പം റിസ്ക് ടേക്കിംഗ് ആണ് അതിൻ്റെ ഏറ്റവും വലിയ സംഭവം. ഞങ്ങളൊക്കെ ഓരോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് റിസ്ക് ഉണ്ട്. അതൊക്കെ ഞങ്ങൾ ഫേസ് ചെയ്തിട്ട് വന്നുകൊണ്ടാണ് ഇപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ നിങ്ങളെ മുമ്പിൽ ഇരിക്കുന്നതൊക്കെ. അപ്പം അത്തരത്തിലുള്ള ഒബ്സ്റ്റക്കിൾസ് വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ പഠിക്കുക. കാരണം ഓരോ ആളുടെ ഉള്ളിലും ഒരു ലീഡർ ഉണ്ട്. ആ ലീഡറെ നമ്മൾ തിരിച്ചറിയുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വരുമ്പോഴാണ്. അതിനെ മറികടന്ന് പിന്നെ നമ്മളെ കൂടെയുള്ള നമ്മുടെ ടീമിനെ നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റുന്നു.
അവർക്ക് നമ്മൾ ധൈര്യം കൊടുക്കുക. കാരണം ബിസിനസ്സിൽ എപ്പോഴും ഫ്ലക്ച്വേഷൻസ് വരുന്നല്ലേ, അതെ. ഹൈ ഉണ്ടാവും, നമുക്ക് ലോ വരും. ലോ വരുമ്പോൾ നമ്മളെ കൂടെയുള്ള ആൾക്കാർക്ക് ടെൻഷൻ ആവും, നമുക്ക് അതിലെ ടെൻഷൻ, പക്ഷെ നമ്മളത് ഫേസ് ചെയ്യാൻ പറ്റില്ല. അത് അവർക്ക് നമ്മൾ കംഫർട്ടബിൾ ആയി കൊണ്ടുവന്ന് അങ്ങനെ കൊടുക്കുമ്പോൾ ശരിക്കും ഒരു ബിസിനസ്സുകാരൻ ഒരു ലീഡറായി മാറുന്നത്. അപ്പോഴാണ് സക്സസ്. തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യണം, തീർച്ചയായിട്ടും. രണ്ടും വരില്ലേ, അല്ലെങ്കിൽ നമ്മളെ കംഫർട്ട് സോണിൽ നിന്നാൽ പോലെ. അതാണ് മാറ്റങ്ങൾ. ഇപ്പൊ ഈ ഒരു ജേർണിയിൽ ഇനി നെക്സ്റ്റ് ലെവലിലേക്ക് എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്? ഇപ്പൊ ഉള്ള തന്നെ അൽഹംദുലില്ലാഹ് നല്ലൊരു ഡ്രീമിന്റെ പുറത്താണ്. ഇപ്പൊ നമുക്ക് 5 കൺട്രി പ്രസൻസ് ആയി. അപ്പം അവന്യൂ ഗ്രൂപ്പിനെ ഒരു ഗ്ലോബൽ പ്രസൻസിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത എയിം ഉള്ളത്. ഇൻഷാല്ല നമ്മൾ UK ലൈസൻസിന്റെ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ഓരോ കൺട്രിയിലും UK വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇയറെൻഡോട് കൂടി സ്റ്റാർട്ട് ചെയ്യും. കഴിഞ്ഞ മന്താണ് നമ്മൾ കുവൈത്തിൽ ഓപ്പൺ ചെയ്തത്. അങ്ങനെ ഇൻഷാല്ല നമ്മളെ എഫേർട്ടും കാര്യങ്ങളൊക്കെ റിസൾട്ട് വരികയാണെങ്കിൽ നമുക്കൊരു ഗ്ലോബൽ പ്രസൻസ് കൊണ്ടുവരാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു ഡ്രീം. അതിലോട്ടുള്ള ഗോൾ സെറ്റിങ്ങിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ദാറ്റ്സ് വാട്ട് അവന്യൂവിനെ നമ്മൾ കാണുന്നത്. ഒരു 5 ഇയേഴ്സിനപ്പുറം ഒരു 10 കൺട്രീസിലും കൂടി പ്രസൻസ് വരണം എന്നുള്ള പ്ലാനിലാണ് ഞാൻ. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. താങ്ക് യു ഹബീബ ഫോർ ഇൻവൈറ്റിംഗ് മീ. ഈ ഒരു 1 മിനിറ്റ് ഷോയിൽ വരാൻ പറ്റിയാലും നിങ്ങളായിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റിയാലും ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് നെക്സ്റ്റ് ടൈം നമ്മൾ അടുത്തൊരു ഷോയുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമ്മുടെ നാടിന് അഭിമാനമായി മറ്റുള്ള പ്രവാസികൾക്ക് മാതൃകയാക്കാവുന്ന പുതുതലമുറക്ക് പ്രചോദനമായി ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് എൻ്റെയും ദ 1 മിനിറ്റ് ഷോൻ്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു.